ഹായ് ലേണേഴ്സ്, എല്ലാവർക്കും ഐപ്ലസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ജൂൺ 2020 എക്കണോമിക്സ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അടുത്ത പാർട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു 60 ക്വസ്റ്റ്യൻസ് ഓണം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സെഷനിലൂടെ നോക്കാം. ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ 2-sector economy, autonomous consumption expenditure C0 is equal to 50 million. Autonomous investment expenditure I0 is equal to 100 million and B is equal to 0.5. Determine the equilibrium level of consumption CE where B is equal to MPC. Options are option A 200 million, option B 300 million, option C 100 million and option D 150 million. കൺസംഷനും ഓട്ടോണമസ് കൺസംഷനും ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റും തന്നിട്ടുണ്ട് ആൻഡ് MPCയും തന്നിട്ടുണ്ട്. ഇക്വിലിബ്രിയം ലെവൽ ഓഫ് കൺസംഷൻ ആണ് കാണേണ്ടത്. എങ്ങനെയാണ് നോക്കാം. നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. Y എന്ന് പറയുന്നത് ഇൻകം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് C+I ആണ് അല്ലെ. നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് കൺസംഷനും ഇൻവെസ്റ്റ്മെന്റും റിലേറ്റ് ചെയ്യുന്ന ഡാറ്റയാണ്. അതുകൊണ്ട് തന്നെ Y is equal to C+I എന്നെടുത്തു. ഇനി ഇവിടെ കൺസംഷൻ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ കൺസംഷൻ ഫംഗ്ഷൻ ടു ദ ഇക്വേഷൻ, ഈ സിക്ക് പകരം നമ്മൾ എന്ത് ചെയ്തു, കൺസംഷൻ ഫംഗ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. C is equal to C0 plus dy എന്നുള്ള കൺസംഷൻ ഫംഗ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇനി C0 plus EIയും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി C0 എത്രയാന്നുള്ളത്, അതേപോലെ തന്നെ MPC B എത്രയാന്നുള്ളതും ക്വസ്റ്റ്യനിലുണ്ട്. എത്രയാണ്? C0 50 ആണ് ആൻഡ് MPC 0.5 ആണ്. അപ്പം 50 plus 0.5y is equal to 0.5y plus I is equal to 100 ആണെന്നുണ്ട് ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ്. അപ്പം പ്ലസ് 100 ചെയ്തു. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, y സോൾവ് ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടുന്നത് y മൈനസ് 0.5y is equal to 150 എന്ന് കിട്ടി. 50 plus 50 100 ചെയ്തു. ദെൻ ഇനി ഈ y എന്ന് പറഞ്ഞാൽ 1y ആണ് അല്ലെ. അപ്പൊ 1y മൈനസ് 0.5y എത്രയാണ്? 0.5y തന്നെ. 0.5y is equal to 150. അപ്പൊ y എങ്ങനെ കാണാം? 150 ഡിവൈഡഡ് ബൈ 0.5. അപ്പം 300 കിട്ടി. അപ്പൊ നമുക്ക് കിട്ടിയ എന്താണ്? ഈ y അല്ലെങ്കിൽ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന 300. ഇനി നമുക്ക് എന്താണ് കാണേണ്ടത്? ഇക്വിലിബ്രിയം ലെവൽ ഓഫ് കൺസംഷൻ, അതായത് CE ആണ് കാണേണ്ടത്. അപ്പം ഇൻകം, ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം 300 ആണ്. അപ്പൊ അത് നമ്മളുടെ ആദ്യത്തെ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം ഇക്വിലിബ്രിയം ലെവൽ ഓഫ് കൺസംഷൻ കാണാൻ C0 plus dy ആണ് ഈ ഒരു ഇക്വേഷൻ. C0 plus dy ആൻഡ് ഇതില് C0 50 plus 0.5 ഇൻറ്റു ഇപ്പം കിട്ടിയ ഇൻകം 300. അപ്പൊ അത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 50 plus 150 that is 200 കിട്ടും. അപ്പൊ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് കൺസംഷൻ എന്ന് പറയുന്നത് എന്താണ്? 200 million as the right answer. ഓപ്ഷൻ A ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് വൺ. Two factors of production, say A and B, have the same price. The least cost combination of A and B for producing a given level of output will be achieved at a point where the isocone has a slope of option A 2, option B 0, option C -1 and option D -2. Okay. ഇവിടെ എന്താണ്? ലീസ്റ്റ് കോസ്റ്റ് കോമ്പിനേഷൻ ഓഫ് A and B ഫോർ പ്രൊഡ്യൂസിങ് എ ഗിവൺ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഇപ്പൊ പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം ആണ് ചുരുക്കി പറഞ്ഞാൽ ഇവിടെ പറയുന്നത്. എങ്ങനെയായിരുന്നു പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം കാണാം? ഐസോ കോണ്ടും അതേപോലെ ഐസോ കോസ്റ്റ് ലൈനും തുല്യമാവുന്ന പോയിന്റിലാണ് എന്ത് വരിക? ലീസ്റ്റ് കോസ്റ്റ് കോമ്പിനേഷൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം വരിക. അപ്പൊ ഐസോ കോണ്ടിന്റെ സ്ലോപ്പും ഐസോ കോസ്റ്റ് ലൈനിന്റെ സ്ലോപ്പും ഈക്വൽ ആയിരിക്കണം.
അപ്പം ഐസോകോണ്ടിന്റെ സ്ലോപ്പ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഇവിടെ പറഞ്ഞിട്ടുണ്ട് പ്രൈസ് ഓഫ് എ ആൻഡ് ബി, എയുടെയും ബിയുടെയും രണ്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആയിട്ടുള്ള എയുടെയും ബിയുടെയും പ്രൈസ് സെയിം ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എങ്ങനെയായിരുന്നു നമ്മള് സ്ലോപ്പ് ഓഫ് ഐസോ കോസ്റ്റ് ലൈന് അല്ലെങ്കിൽ സ്ലോപ്പ് ഓഫ് ഐസോകോണ്ട് ഈക്വൽ ആവുന്ന ഈ ഒരു ഐസോ കോസ്റ്റ് ലൈനിന്റെ സ്ലോപ്പ് കാണുന്നത്? സ്ലോപ്പ് കാണാനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? പ്രൈസ് ഓഫ് ഇൻപുട്ട് തമ്മിൽ ഡിവൈഡ് ചെയ്താൽ മതി അല്ലെ. അപ്പം ഒന്നാമത്തെ ഇൻപുട്ടിന്റെ പ്രൈസ്, ഫാക്ടറിന്റെ പ്രൈസ് ഡിവൈഡഡ് ബൈ രണ്ടാമത്തെ ഫാക്ടറിന്റെ പ്രൈസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട് പ്രൈസ് ഓഫ് എ ആൻഡ് ബി സെയിം ആണ് എന്നുള്ളത്. അപ്പം സപ്പോസ് നമ്മൾ 3 എടുക്കുവാണെങ്കിൽ അടിയിൽ നെക്സ്റ്റ് ഫാക്ടറിന്റെ പ്രൈസും 3 തന്നെയാണ്. അപ്പം 3/3 എന്ത് കിട്ടും? 1 കിട്ടും. ഇനി ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നാണ് അറിയേണ്ടത്. ഐസോ കോസ്റ്റ് ലൈനിന്റെ സ്ലോപ്പ് ഓൾവേസ് എന്താണ്? നെഗറ്റീവ് ആണ് അല്ലെ. -1 ആണ് സ്ലോപ്പ് ഓഫ് ഐസോ കോസ്റ്റ് ലൈന് വരുന്നത്. അപ്പം ഇവിടെ ഐസോകോണ്ടിന്റെ സ്ലോപ്പ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇക്വിലിബ്രിയം ലെവലില് അല്ലെങ്കിൽ ലീസ്റ്റ് കോസ്റ്റ് കോമ്പിനേഷൻ ടൈമില് ഐസോകോണ്ടിന്റെ സ്ലോപ്പും ഐസോ കോസ്റ്റ് ലൈനിന്റെ സ്ലോപ്പും സെയിം ആണ്. അപ്പം -1 തന്നെയാണ് എന്ത്? ഐസോകോണ്ടിന്റെ സ്ലോപ്പ്. ഇപ്പം ആൻസർ ഓപ്ഷൻ സി ആണ്. The slope of the isocont is given by the marginal rate of technical substitution, which is the rate at which factor A can be substituted for factor B while keeping the output constant. അപ്പൊ എന്താണ് ഐസോകോണ്ടിന്റെ സ്ലോപ്പ്? ഐസോകോണ്ട് എന്താണ്? ലേബറും ക്യാപിറ്റലും ഉപയോഗിച്ച് അല്ലെങ്കിൽ രണ്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റിന്റെ അളവ് കാണിക്കുന്നതാണ്, അല്ലെങ്കിൽ ഔട്ട്പുട്ടിന്റെ അളവ് കാണിക്കുന്നതാണ്, അല്ലെങ്കിൽ ഒരു സിംഗിൾ ഔട്ട്പുട്ട് ഏതൊക്കെ ലേബറും ക്യാപിറ്റലും കോമ്പിനേഷൻ ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് കാണിക്കുന്നതാണ് അല്ലെ. അതിന്റെ സ്ലോപ്പിനെ നമ്മൾ MRTS അല്ലെങ്കിൽ മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്നും പറയും. ഇനി ഐസോ കോസ്റ്റ് ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് പ്രൈസ് റേഷ്യോ ഓഫ് 2 ഫാക്ടേഴ്സ് ആണ്. രണ്ട് ഫാക്ടേഴ്സ്, ഇവിടെ എയും ബിയും ആണ് രണ്ട് ഫാക്ടേഴ്സ്. ഈ രണ്ട് ഫാക്ടേഴ്സിന്റെയും പ്രൈസ് റേഷ്യോ ആണ് എന്ത്? ഐസോ കോസ്റ്റ് ലൈനിന്റെ സ്ലോപ്പ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് രണ്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെയും പ്രൈസ് സെയിം ആണ് എന്നുള്ളത്. അപ്പൊ നമുക്ക് കോസ്റ്റിന്റെ ഐസോ കോസ്റ്റ് ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് 1 കിട്ടും. ആൻഡ് ഐസോ കോസ്റ്റ് ലൈൻ നെഗറ്റീവ്ലി സ്ലോപ്ഡ് ആണ്, അതുകൊണ്ട് -1 ആയിരിക്കും ഐസോ കോസ്റ്റ് ലൈനിന്റെ സ്ലോപ്പ്. ഇക്വിലിബ്രിയത്തിൽ ഐസോ കോസ്റ്റ് ലൈനിന്റെ സ്ലോപ്പും ഐസോകോണ്ടിന്റെ സ്ലോപ്പും ഈക്വൽ ആണ്, അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി -1 is the slope of isocont. The classical proportional relation between money and price will hold in which of the following cases? Statement A, rigidity of nominal variables. B, perfectly inelastic AS curve, aggregate supply curve. C, rigidity of real variables. D, positive relation between money supply and production. And E, long run analysis. Option A, D and E only. Option B, A and E only. Option C, B and C only. And option D, B, C and D only. The right answer is option C, B and D, B and C only. Classical proportional relationship between money and price. ഏതാണ്? ക്ലാസിക്കൽ ക്വാണ്ടിറ്റി തിയറി നോക്കിയാൽ മതി. എന്താണ് ക്ലാസിക്കൽ ക്വാണ്ടിറ്റി തിയറിക്കകത്ത് പറയുന്നത്? MV is equal to PT ആണ് അല്ലെ. MV is equal to PT എന്ന് പറഞ്ഞാല് മണി അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മണി സപ്ലൈയും പ്രൈസും മാത്രമാണ് വേരി ചെയ്യുന്നത്. വിയും ടിയും കോൺസ്റ്റന്റ് ആക്കിയിട്ട് നിലനിർത്തുന്നുണ്ട് അല്ലെ. MV is equal to PT. ഇതിനകത്ത് വെലോസിറ്റിയും ട്രാൻസിഷനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കോൺസ്റ്റന്റ് ആക്കിയിട്ട് നിലനിർത്തുന്നുണ്ട്. അപ്പൊ മണി സപ്ലൈ വേരീസ് ഡയറക്ട്ലി വിത്ത് പ്രൈസ് ലെവൽ. ഈ രീതിയിലാണ് ക്ലാസിക്കൽ തിയറി അല്ലെങ്കിൽ ക്ലാസിക്കൽ ക്വാണ്ടിറ്റി തിയറിക്കകത്ത് പറയുന്നത്. അപ്പൊ ഇതനുസരിച്ച് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ട്രൂ ആയിട്ടുള്ളത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്.
അപ്പൊ ഒന്നാമത്തെ എന്താ പറയുന്നത്? റിജിഡിറ്റി ഓഫ് നോമിനൽ വേരിയബിൾസ് ആണോ? ക്ലാസിക്കൽ തിയറിക്കകത്ത് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി ആണ്. അപ്പൊ നോമിനൽ വേരിയബിൾ ആയിട്ടുള്ള വേജും പ്രൈസും റിജിഡ് ആണ് എന്ന് പറഞ്ഞാൽ അത് ക്ലാസിക്കൽ തിയറിക്ക് എഗെയിൻസ്റ്റ് ആണ്. This implies that prices and wage are sticky and do not adjust immediately to changes in the money supply. This is not consistent with the classical theory which assumes flexibility in nominal variables. അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് 1 അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് എ റിജിഡിറ്റി ഓഫ് നോമിനൽ വേരിയബിൾസ് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. Then അടുത്തത് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആഗ്രിഗേറ്റ് സപ്ലൈ കർവ്. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആഗ്രിഗേറ്റ് സപ്ലൈ കർവ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതാണ് ആഗ്രിഗേറ്റ് സപ്ലൈ കർവ് എന്ന് പറയുന്നത് ഇൻ ക്ലാസിക്കൽ തിയറി, ക്ലാസിക്കൽ മോഡൽ. ഇപ്പൊ പ്രൈസ് എത്ര തന്നെ ചേഞ്ച് ചെയ്താലും ആഗ്രിഗേറ്റ് സപ്ലൈ കർവ് എന്താണ്? കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ, ഇൻഇലാസ്റ്റിക് ആയിട്ട് തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് ക്ലാസിക്കൽ തിയറിനെ പ്രൂവ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആഗ്രിഗേറ്റ് സപ്ലൈ കർവ് മീൻസ് ദാറ്റ് the real output is fixed and cannot change in response to changes in the price level. അപ്പം പ്രൈസ് ലെവൽ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നില്ല, ഫിക്സഡ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. ഇൻ സച്ച് എ കേസ് an increase in the money supply would directly increases the price level. അപ്പം മണി ആഗ്രിഗേറ്റ് സപ്ലൈ അല്ലെങ്കിൽ പ്രൈസ് ലെവൽ വർദ്ധിക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? മണി സപ്ലൈയും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് റിജിഡിറ്റി ഓഫ് റിയൽ വേരിയബിൾസ് ആണ്. അതൊരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. ആൻഡ് ദിസ് ഇംപ്ലൈസ് ദാറ്റ് real output and the real factors like employment are fixed and do not change in response to changes in the money supply. In this scenario, any changes in money supply would directly affect the price level, which aligns with the classical theory. Next statement പറയുന്നത് positive relationship between money supply and production. This indicates that an increase in the money supply leads to an increase in the real output. And this does not support the classical proportional relationship. പിന്നെ ലാസ്റ്റ് വൺ പറയുന്നത് in the long run അല്ലെങ്കിൽ this is happened in case of long run analysis എന്നുള്ളതാണ്. So in long run prices are flexible and any increase in the money supply is expected to proportionally increase the price level as real output is determined by real factors of production and is not influenced by the money supply. Next question. In testing the restrictions imposed on a model, we calculate F statistics and compare this value to the table F m, n minus k. In this formula, m is the option A, number of regressors in the two models taken together. Option D, sample size of the restricted model. Option C, number of explanatory variables dropped in the restricted model. D, number of parameters estimated in the restricted model. F ടെസ്റ്റുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഇവിടെ M എന്നത് ഉദ്ദേശിക്കുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് number of explanatory variables dropped in the restricted model. Next, which of the following not true in case of deadweight loss of taxes? A, the deadweight loss of tax is the extent to which the reduction in welfare exceeds the revenue raised. Option B, deadweight loss is proportional to the square of the tax rate. C, deadweight loss is the tax induced distorting of commodity taxation. And D, deadweight loss of commodity taxation is inversely related to the elasticity of demand. The right answer is option D. Deadweight loss is proportional to the square of the tax rate. Which of the following is not true എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബാക്കി സ്റ്റേറ്റ്മെന്റുകളെല്ലാം തന്നെ റിലേറ്റിംഗ് ടു deadweight loss of taxes ആണ്. Next one. Arrange the maternal mortality rate of the following states for the year 2018-20 in ascending order. ഓപ്ഷൻ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്സ് നോക്കാം. ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര, കർണാടക
and Tamil Nadu. Option A, ACDED. Option B, CAEBD. Option C, EACDB. And option D, CADED. 2018-20 ഡാറ്റ പ്രകാരമുള്ള മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്. അപ്പൊ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഓപ്ഷൻ ബി പ്രകാരമാണ്, CAEBD. മഹാരാഷ്ട്രയുടേത് 33 ആണ് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്. പിന്നെ അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ആന്ധ്രാപ്രദേശ് 45, ദെൻ തമിഴ്നാടു 55, 54, പിന്നെ ഗുജറാത്ത് 57 ആൻഡ് കർണാടക 69. In Solow model, if the production function is y is equal to k raised to 1 by 2, L raised to 1 by 2, and S saving us 0.3, depreciation is 0.1, then find the YS, that is steady state output per worker. Option A 9, option B 3, option C √3, and option D 0.3. സ്റ്റഡി സ്റ്റേറ്റ് ഗ്രോത്ത് കാണാം. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. 3 സ്റ്റെപ്സും താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അതിലൂടെ ഒന്ന് പോയി നോക്കാം കേട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മാച്ച് ദ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 എലിനർ ഓസ്ട്രോം, ജോഹൻ റോക്സ്ട്രോം, ഗാരറ്റ് ഫ്ലാർഡിൻ, വില്യം നോർഗൻസ്. ലിസ്റ്റ് 2 ട്രാജഡി ഓഫ് കോമൺസ്, integrating climate change into long-run macroeconomic analysis, then boundaries of Earth's life support, analysis of economic governance, especially the commons. Options കൊടുത്തിട്ടുണ്ട്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് എലിനർ ഓസ്ട്രോം is relating with the analysis of economic governance, especially the commons. Then Johan Rockström is related with the boundaries of Earth life support. Then Garrett Fladin, tragedy of commons. William Northus, integrating climate change into long-run macroeconomic analysis. അറിയാവുന്ന കാര്യങ്ങളുമായിട്ട് മാച്ച് ചെയ്താൽ തന്നെ നമുക്ക് ഏകദേശം ആൻസറിലോട്ട് എത്താൻ പറ്റും. ട്രാജഡി ഓഫ് കോമൺസ് ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അല്ലെ. പിന്നെ അതേപോലെ തന്നെ ഇന്റഗ്രേറ്റിംഗ് ക്ലൈമറ്റ് ചേഞ്ച്, അങ്ങനെ ജസ്റ്റ് അറിയാവുന്ന 1-2 കാര്യങ്ങൾ മാത്രം വെച്ചിട്ട് ഓപ്ഷൻസിലോട്ട് വരാം. The rule of thumb to express price elasticity as a mark over marginal cost is. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. Which of the following depicts the Verdun's law correctly? A. There exists a strong positive correlation between the growth of manufacturing output and the growth of productivity in manufacturing. B. There exists a strong positive correlation between the growth of productivity outside the manufacturing. C. There exists a strong positive correlation between the growth of manufacturing output and the growth of GDP. And D. There exists a strong negative relation between the growth of manufacturing output and the growth of GDP. എന്താണ് വെർഡൂൺസ് ലോയിൽ പറയുന്നത്? There exists a strong positive correlation between the growth of manufacturing output and the growth of productivity in manufacturing. അതായത് വെർഡൂൺസ് ലോ പറയുന്നത് long run productivity generally grows proportionally to the square root of the output. അതായത് ഔട്ട്പുട്ടിന്റെ സ്ക്വയർ റൂട്ടിന്റെ കണക്കായിട്ടാണ് ലോങ് റൺ പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കുന്നത് എന്നുള്ളതാണ്. And this law pertains to the relationship between growth of output and growth of productivity. ഇനി എത്രത്തോളം ഫാസ്റ്റർ ആയിട്ട് ഔട്ട്പുട്ട് ഗ്രോ ചെയ്യുന്നു അതിന് കണക്കായിട്ട് പ്രൊഡക്ടിവിറ്റിയും ഇൻക്രീസ് ചെയ്യും ഡ്യൂ ടു ഇൻക്രീസിംഗ് റിട്ടേൺസ് എന്നുള്ളതാണ് വെർഡൂൺസ് ലോയിൽ പ്രതിപാദിക്കുന്നത്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഓപ്ഷൻ എ ആണ്
ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. Match the list 1 with the list 2. List 1 income elasticity coefficient exceeds unit. Then D, positive gross price elasticity coefficient. Then C, downward sloping price consumption curve. And D, negative income effect. List 2 substitute commodities, inferior commodities, relative elastic demand, then luxurious commodity. ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. A4, B3, C2 and D1. Next option A3, B1, C2 and D4. Option C A3, B1, C4 and D2. Option D പ്രകാരം A4, B1, C3 and D2. Option C ആണ് right answer. Income elasticity coefficient exceed unit as relating to relative elastic demand. Elasticity എന്താണ്? ഒന്നിനേക്കാൾ കൂടുതലാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. പിന്നെ ഉള്ളത് പോസിറ്റീവ് ക്രോസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി കോഎഫിഷ്യന്റ്. സബ്സ്റ്റിറ്റ്യൂട്ട് കമ്മോഡിറ്റീസിന്റെ കേസിലാണ് പോസിറ്റീവ് ക്രോസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി വരുന്നത് അല്ലെ. ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കമ്മോഡിറ്റി വാങ്ങുന്ന അളവ് കൂട്ടും അല്ലെ. കാരണം എന്താണ്? ഒന്നിന്റെ വില കൂടി, ഇപ്പൊ ടീയുടെ പ്രൈസ് കൂടി, ഇപ്പൊ ടീ മേടിക്കുന്ന അളവ് കുറയും, പകരം കോഫിയുടെ ഡിമാൻഡ് കൂടും. അപ്പം പോസിറ്റീവ് ക്രോസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഉള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് കമ്മോഡിറ്റീസിനാണ്. അപ്പൊ അത് വെച്ചാൽ തന്നെ ആൻസറിലോട്ട് എത്താൻ പറ്റും. A3യും B1ഉം ഉള്ളത്. A3 B1 ബിയിലും വരുന്നുണ്ട്, സിയിലും വരുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളത് ജസ്റ്റ് ഒന്ന് മാച്ച് ചെയ്ത് നോക്കാം. എയും ഡിയും നമുക്ക് ഇപ്പം എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. നെക്സ്റ്റും ചെക്ക് ചെയ്ത് നോക്കാം. നെഗറ്റീവ് ഇൻകം എഫക്ട് റിലേറ്റിംഗ് വിത്ത് ഇൻഫീരിയർ ഗുഡ്സ്. Then പിന്നീട് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് പ്രൈസ് കൺസംഷൻ കർവ് is related with luxurious commodity. Next question. Which of the following arguments for a consumption-based tax is or are correct? A. People should be taxed on what they take out of the system, not on what they contribute. B. A consumption-based tax can be made progressive. C. A consumption-based tax increases deadweight loss. D. Discriminate against consumption later in life. And E. Eliminates distortions arising from hybrid tax system with some saving taxed differently from others. Option A, B and C only. Option B, A, B and D only. Option C, A, B and E only. And option D, C, D and E only. Correct answer is option B. കൺസംഷൻ ബേസ്ഡ് ടാക്സുമായി ബന്ധപ്പെട്ട കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പീപ്പിൾ ഷുഡ് ബി ടാക്സ്ഡ് ഓൺ വാട്ട് ദേ ടേക്ക് ഔട്ട് ഓഫ് ദി സിസ്റ്റം, നോട്ട് ഓൺ വാട്ട് ദേ കോൺട്രിബ്യൂട്ട്. അപ്പൊ എത്രത്തോളം കൺസംഷൻ വർദ്ധിക്കുന്നോ അതിനനുസരിച്ചിട്ടാണ് ടാക്സ് റേറ്റ് ഈടാക്കുന്നത്. പിന്നെ കൺസംഷൻ ബേസ്ഡ് ടാക്സ് ക്യാൻ ബി മെയ്ഡ് പ്രോഗ്രസീവ്. ഓഫ് കോഴ്സ് പ്രോഗ്രസീവ് ടാക്സ് സിസ്റ്റം ബേസ് ചെയ്തിട്ടുള്ള ടാക്സ് ആണ് കൺസംഷൻ ബേസ്ഡ് ടാക്സ്. കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യുന്ന ആള്, കൂടുതലായിട്ട് വരുമാനമുള്ള ആള്, അവരുടെ അടുത്ത് നിന്നും കൂടുതൽ ടാക്സ് ഈടാക്കുന്നു. സോ ദാറ്റ് ഇസ് പ്രോഗ്രസീവ് ഇൻ നേച്ചർ. പിന്നെ പറയുന്നത് ഡിസ്ക്രിമിനേറ്റ് അഗെയിൻസ്റ്റ് കൺസംഷൻ ലേറ്റർ ഇൻ ലൈഫ്. അടുത്തതൊരു മാച്ച് ദ ഫോളോയിങ് ആണ്. കോയിൻസിഡന്റ് റിഗ്രഷൻ, പാരലൽ റിഗ്രഷൻ, കൺകറന്റ് റിഗ്രഷൻ ആൻഡ് ഡിസിമിലർ റിഗ്രഷൻ. ലിസ്റ്റ് 2 only the intercept on the two regressions are different, but the slopes are the same. Then second one, both the intercept and the slope of the two regressions are the same. Then third one, both the intercept and the slope coefficients are the same in two regressions. And last one, the intercept in the two regressions are the same, but the slopes are different.
ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. എ is matched with the third one. Then parallel regression, first one. Concurrent regression, fourth one. Dissimilar regression, second one. Then arrange the following environmental movements according to the year of occurrence. Narmada Bachao Andolan. Then Chipko movement. Save Western Ghats movement. Global climate strikes. Then Apico movement. Option A, BEACD. Option B, BECAD. Option C, EBACD. And option D, EBADC. Year of occurrence in the base arrange cheyanana. ഇവിടെ ഓപ്ഷൻ എ ആണ് റൈറ്റ് വൺ. ആദ്യം വരുന്നത് ചിപ്കോ മൂവ്മെന്റ് ആണ് 1973. പിന്നെ അതിന് ശേഷം വരുന്നത് അപ്പിക്കോ മൂവ്മെന്റ് ഇൻ 1983. പിന്നെ വരുന്നത് നർമ്മദ ബച്ചാവോ ആന്തോളൻ 1985. Then comes Save Western Ghats movement, fourth one. Then last one is Global Climate Strikes 2019. ഇനി പ്രധാനപ്പെട്ട നമുക്ക് പേര് വെച്ച് ഗസ് ചെയ്യാൻ പറ്റാത്ത ചില എൻവയോൺമെന്റൽ മൂവ്മെന്റ്സിനെ കുറിച്ച് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ചിപ്കോ മൂവ്മെന്റ് നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ എന്താണെന്നുള്ളത് ഒരു ഡൗട്ട് വരും അല്ലെ. അപ്പിക്കോ മൂവ്മെന്റ് അതൊക്കെ ജസ്റ്റ് എന്താന്നുള്ളത് നോക്കാം. ബാക്കി പറഞ്ഞിരിക്കുന്ന വെസ്റ്റേൺ ഗട്ട്സ് മൂവ്മെന്റ് ഒക്കെ റിലേറ്റിംഗ് ടു വെസ്റ്റേൺ ഗട്ട്സുമായി ബന്ധപ്പെട്ട ക്ലൈമറ്റിക് ആക്ഷൻ ആണ്. ഗ്ലോബൽ ക്ലൈമറ്റ് സ്ട്രൈക്ക് ഗ്ലോബൽ ലെവലിലുള്ള ക്ലൈമറ്റിക് കണ്ടീഷനുമായി ബന്ധപ്പെട്ട സ്ട്രൈക്ക് ആണെന്ന് അത് നമുക്ക് ഊഹിക്കാൻ പറ്റും. അപ്പൊ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നർമ്മദ ബച്ചാവോ ആന്തോളൻ, ഓൾസോ നോൺ ആസ് NBA. It is a social movement formed by the activist Medha Patkar. മേധ പട്കർ ഓർഗനൈസ് ചെയ്തതാണ്. ഹ്യൂമൻ ആക്ടിവിസ്റ്റ്, ഫാർമേഴ്സ് ആൻഡ് ആദിവാസീസ് അടങ്ങുന്ന ഒരു മൂവ്മെന്റ് ആയിരുന്നു അത്. ആൻഡ് പീപ്പിൾ എസ്റ്റാബ്ലിഷ്ഡ് ഓൺ ദി ബാങ്ക് ഓഫ് നർമ്മദ റിവർ. The main aim of the movement is against the large dams built or in process across the Narmada River. അപ്പൊ നർമ്മദ റിവറിന്റെ തീരത്ത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഡാമിനെതിരെ, പുതിയ ബിൽഡിംഗ് പ്രോസസ്സിനെതിരെയൊക്കെയുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു നർമ്മദ ബച്ചാവോ ആന്തോളൻ. പിന്നെയുള്ളത് ചിപ്കോ മൂവ്മെന്റ്. ചിപ്കോ മൂവ്മെന്റ് ഫോറസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ളതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഡീഫോറസ്റ്റേഷനുമായി ബന്ധപ്പെട്ട മൂവ്മെന്റ് ആണ് ചിപ്കോ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഫോറസ്റ്റ് സസ്റ്റൈനബിൾ ഫോറസ്റ്റ് മാനേജ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. പിന്നെയുള്ളത് അപ്പിക്കോ മൂവ്മെന്റ്. അപ്പിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന്നഡയില് ഹഗ് എന്നുള്ളതാണ് അർത്ഥം. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് ട്രീനെ ഹഗ് ചെയ്യുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് മരങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പിക്കോ മൂവ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ എൻവയോൺമെന്റൽ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള പണ്ഡുരംഗ ഹെഗ്ഡെ ആണ് ഓർഗനൈസ് ചെയ്തത്. അപ്പൊ കർണാടകയിലെ കാൽസി ഫോറസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടാണ് ഈ ഒരു മൂവ്മെന്റ് വന്നിരിക്കുന്നത്. പിന്നെ ഗ്ലോബൽ ക്ലൈമറ്റ് സ്ട്രൈക്ക് എന്ന് പറയുന്നത് ക്ലൈമറ്റ് ക്രൈസിസിനെ നേരിടാനായിട്ട് അല്ലെങ്കിൽ അതിന്റെ നേരെ ഒരു അറ്റൻഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഗ്ലോബൽ ക്ലൈമറ്റ് സ്ട്രൈക്കിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. Then people are encouraged to walk out of their schools, jobs or wherever they may be to draw attention to the movement. ആ രീതിയിൽ മൂവ്മെന്റിന് അറ്റൻഷൻ കൊടുക്കുക. അപ്പൊ ഉദ്ദേശിക്കുന്നത് ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൂവ്മെന്റ് ആണ് ഗ്ലോബൽ ക്ലൈമറ്റ് സ്ട്രൈക്ക്. വർഷവും നോട്ട് ചെയ്ത് വെക്കാം ഓരോന്നിൻ്റെതും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ്. ലിസ്റ്റ് 1 devaluation, immeasurizing growth, automatic BOP adjustment, perfect capital mobility. List 2 flexible exchange rate, increase in export competitiveness, heavily export based growth, domestic interest rate pegged at world rate of interest. ഓക്കെ, അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. Devaluation is related with the increase in
export competitiveness. Then immeasurizing growth, heavily export-based industries. പിന്നെ automatic BOP adjustment, flexible exchange rate, perfect capital mobility, domestic interest rate pegged at the world rate of interest. If the cost and demand functions of the firm are given respectively as C is equal to 1064 plus 5x plus x square by 25 and P is equal to 157 minus 3x. Then the sale of output at which profit would be maximum is option A 157, option B 3, option C 25 and option D 5. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അതിന്റെ സ്റ്റെപ്സും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, നോക്കി നോക്കാം. Then next is a stochastic process whose mean, variance and autocovariance are constant over time is known as option A trend stationary, option B difference stationary, option C weakly stationary and option D strictly stationary. മീൻ, കൊവേരിയൻസ്, വേരിയൻസ് ഇതൊക്കെ കോൺസ്റ്റന്റ് ആണെങ്കിൽ നമ്മൾ അതിനെ വീക്ക്ലി സ്റ്റേഷനറി എന്നാണ് വിളിക്കുന്നത്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഇൻ കേസ് ഓഫ് തിയറിറ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻസ്? A, the mean of a symmetrical binomial distribution is 5 and the number of trials is 10. B, the mean of Poisson distribution is 5 and the standard deviation is 3. C, the mean of a normal distribution is 5 and third order central moment is 2. Central moment is 2. Then for a binomial distribution, mean is equal to 4 and then variance equal to 3. For a Poisson distribution, if mean is equal to 10, then standard deviation is equal to 5. Option A and A, B and E only. Option B, B, D and E only. Option C, A and D only. And option D, A, C and D only. Option C ആണ് right answer. A and D only. The mean of a symmetrical binomial distribution is 5 and the number of trials is 10. Then for a binomial distribution, mean is equal to 4, then variance equal to 3. Arrange the revenue expenditure of union government for major items in rupee lakhs crores for the fiscal year 2023-24 budget estimate in ascending order. A, salary, B, pensions, C, interest payments, D, major subsidies and E, defense services. Option A, B, D, E, A, C. Option B, B, E, D, A, C. Option C, E, B, A, D, C. And option D, D, A, B, C, E. ഇവിടെ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ബജറ്റ് റിലേറ്റ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഡാറ്റകളൊക്കെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഓരോരോ സെക്ടറിലേക്കും ഉള്ള അലോട്ട് ചെയ്യുന്ന എക്സ്പെൻഡിച്ചറിന്റെ പെർസെൻറ്റേജ്, അതേപോലെ റവന്യൂ, അതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. റവന്യൂ കംസ് ഫ്രം റവന്യൂ എക്സ്പെൻഡിച്ചർ ഗോ ത്രൂ, അല്ലെങ്കിൽ റവന്യൂ കംസ് ഫ്രം എന്നൊക്കെ പറഞ്ഞിട്ട് ഡയഗ്രാം ബേസ് ചെയ്തിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേപോലെ റവന്യൂടെയും എക്സ്പെൻഡിച്ചറിന്റെയും ഓരോ സെക്ടർ തിരിച്ചിട്ട് തന്നെ നോട്ട് ചെയ്ത് വെക്കുക ബജറ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിയിട്ട്, റീസെന്റ് ബജറ്റുമായി ബന്ധപ്പെട്ട ഡാറ്റകൾ. പിന്നെ അതേപോലെ തന്നെ ചില സമയത്തൊക്കെ ഈ എക്സ്പെൻഡിച്ചറിന്റെ ഫിഗറിലും ചോദിക്കാറുണ്ട്. പെർസെൻറ്റേജ് അല്ലാതെ എത്രയാണ് നമ്പർ ഇൻ ലാക്ക് ക്രോസ് എന്നും ചോദിക്കാറുണ്ട്. അപ്പൊ പ്രധാനപ്പെട്ട ഐറ്റംസിന്റെ ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. Then last one, arrange the following states in terms of number of branches of regional rural banks in the year of 2023 in ascending order. Haryana, Himachal Pradesh,
Jammu Kashmir, Punjab and Assam. Option A, BDCEA. Option B, CBDAE. Option C, DCDEA. And option D, DCBAE. Right answer is option C, DCDEA. ബ്രാഞ്ചസും ബ്രാക്കറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണുള്ളത്. ഇനി ഒരു 10 ക്വസ്റ്റ്യൻസോളം മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് പറയാനായിട്ടുള്ളൂ. അപ്പൊ അത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.